അവയവ തകരാറുകൾ മൂലം കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 4000-ഓളം ആളുകൾക്ക് മാത്രമേ അവയവങ്ങൾ കിട്ടാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരിൽ 15% പേരും അവയവങ്ങൾ ലഭിക്കാത്തതിനാൽ ഓരോ ദിവസവും മരിച്ചു പോകുന്നു. 10 മിനിറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒട്ടനവധി രോഗികൾ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും അവയവങ്ങൾ കിട്ടാതെ മരണപ്പെടുന്നു. കേരള സർക്കാരിന്റെ പഠനപ്രകാരം 2000-ഓളം ആളുകൾ വിവിധതരം അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പേരും വൃക്കരോഗികളാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവയവദാനമല്ലാതെ മറ്റൊരു പോംവഴിയില്ല. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയമേവ ദാനം ചെയ്യുക വഴിയോ മാത്രമേ ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. ഞാൻ ഉമാപ്രേമൻ, ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടിയിൽ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്റർ എന്നൊരു സ്ഥാപനം കഴിഞ്ഞ 19 വർഷമായി നടത്തുന്നു. ഞാൻ കോയമ്പത്തൂരാണ് ജനിച്ചു വളർന്നതൊക്കെ. ഞാൻ സ്കൂളിൽ പഠിച്ച് തുടങ്ങുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ തമിഴ് മീഡിയം 4ാം ക്ലാസ്സിലൊക്കെയാണ് ഇംഗ്ലീഷ് ABCD പഠിക്കുക. ആ ഒരു തരത്തിലുള്ള സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. എൻ്റെ അച്ഛൻ ഞാൻ ജനിക്കുമ്പോൾ തൊട്ട് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പോൾ എപ്പോഴും പാവപ്പെട്ടവരെയും നിരാലംബരെയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിന് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന അസുഖമായിരുന്നു. TB റെസിസ്റ്റൻ്റ് ആയിട്ട് ഏതാണ്ട് ഒരു 6 വർഷത്തോളം പുള്ളിക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് പല ആശുപത്രികളും ഞാൻ കയറി ഇറങ്ങി. അങ്ങനെ 6 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഇനി ഒരാൾക്കും അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവരുത്. ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു നഷ്ടം കൊണ്ട് ഞാൻ മാത്രം വേദനിച്ചാൽ, പക്ഷെ സമൂഹത്തിന് അതൊരു സന്തോഷകരമായ അല്ലെങ്കിൽ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റി എടുക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞത് തന്നെ എൻ്റെ കഴിഞ്ഞ കാലത്തെ എൻ്റെ ജീവിത അനുഭവങ്ങളും എനിക്ക് ഒരു 12 വയസ്സുള്ളപ്പോഴാണ് MGRന് കിഡ്നി ഫെയിലിയർ ആവുന്നത്. അപ്പോൾ അന്നാണ് എനിക്ക് ആദ്യമായി കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് എനിക്കും 2 എണ്ണം ഉണ്ട്, എല്ലാവർക്കും 2 എണ്ണം ഉണ്ട്, അത് കേടുവരുമെന്നും അത് അഥവാ കേടുവന്നാൽ വേറൊരാളുടെ വെക്കാമെന്നൊക്കെ അറിയണം. അന്ന് MGRൻ്റെ ബ്രദർ ചക്രപാണിയുടെ മകളാണ് കിഡ്നി കൊടുത്തത്. അപ്പോൾ അന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു നമുക്കും കൊടുക്കാൻ പറ്റും, MGRനോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഫാമിലിയിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫാമിലിയിൽ നിന്ന് കൊടുക്കാം. പക്ഷേ ഈ പയ്യൻ്റെ വെച്ച അന്ന് എനിക്ക് മനസ്സിലായി ഇത് ഫാമിലിയിൽ നിന്നൊന്നും അല്ല, അച്ഛൻ അന്ന് അത്രയ്ക്കേ അറിയുള്ളൂ, നമുക്കും കൊടുക്കാം. അങ്ങനെ ഞാനൊരു അവസരം ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ട്, എനിക്കങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ കൊടുക്കുന്നു. 1 വർഷം കഴിയുന്നു. അടുത്ത ജൂണിൽ ഇതേ ആശുപത്രിയിൽ വേറെ ഒരുപാട് പേഷ്യൻസുമായിട്ട് ഞാൻ വേറൊരു ആവശ്യത്തിന് പോകുന്നു. സലീലിനെ പരിചയപ്പെടുന്നു. സലീൽ ഡയാലിസിസിന് വേണ്ടി ഇരിക്കുകയാണ്. സലീലിനോട് എന്താ അസുഖം, നമ്മളിങ്ങനെയാണല്ലോ എല്ലാ രോഗിയെ കണ്ടാലും നമുക്ക് നമ്മുടെ ഫീൽഡിൽ ഒരു ഉത്തരവാദിത്തത്തിന് എന്താ അസുഖം? അപ്പോൾ കിഡ്നി ഫെയിലിയർ. അച്ഛൻ്റെ അമ്മയുടെ കിഡ്നി മാറ്റി വെച്ചുകൂടെ? എൻ്റെ അമ്മ കിഡ്നി ഫെയിലിയറിൽ മരിച്ചുപോയി, അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി, എനിക്കങ്ങനെ കിഡ്നി തരാനൊന്നും ആരില്ല. 5 മിനിറ്റ് കൂടി ആവുന്നതിന് മുമ്പേ ഞാൻ തരാം, എൻ്റെ 2 കിഡ്നി ഉണ്ട്, എൻ്റെ എന്താ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ്, എൻ്റെ O പോസിറ്റീവ്, എടുക്കാൻ പറ്റുമെന്ന് ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിയിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല, കിഡ്നി കിട്ടിയാൽ എടുക്കാം. ഞാൻ ഗണേശനോട് ചെന്ന് പറഞ്ഞു സാർ ഞാൻ കിഡ്നി കൊടുക്കാൻ പോകുന്നു. എന്താ ഉമ്മ? ഞാൻ പറഞ്ഞു സാറ് കഴിഞ്ഞ കൊല്ലം എന്നെ പിടിച്ച് വേറൊരാൾക്ക് കൊടുപ്പിച്ചില്ല, ഇപ്പം ഞാനാ കൊടുക്കണം. സാർ പറഞ്ഞു വേണ്ട വേണ്ട, നമുക്ക് മോട്ടിവേഷൻ മാത്രം മതി. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഗാന്ധി ജനിച്ച നാട്ടിൽ ജനിച്ചവരാണ്, അപ്പോൾ നമ്മൾ തന്നെ അത് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു അയ്യോ എനിക്ക് പേടി. ഞാൻ പറഞ്ഞു ഇതാണ് വേറൊരാളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യം, സ്വന്തം കാര്യം വരുമ്പോൾ പറ്റില്ല. ഗണേശൻ എൻ്റെ വളരെ പഴയ ഫ്രണ്ടാണ്. അപ്പോൾ ഗണേശൻ പറഞ്ഞു എന്നാൽ വാ നമുക്ക് നെഫ്രോളജിനോട് സംസാരിക്കാം. നെഫ്രോളജിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി നോക്കാം. അങ്ങനെ ചെക്കപ്പൊക്കെ ഞാൻ അന്ന് തന്നെ തുടങ്ങി. എനിക്ക് പിന്നെ എല്ലാം ഇൻസ്റ്റൻ്റാണ് ഞാൻ. അപ്പോൾ ഇടൻ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഗ്രൂപ്പ് ഓക്കെയാണ്, ബാക്കി ചെക്കപ്പ് 2 ദിവസം കൊണ്ട് ഏതാണ്ട് പകുതി ഞങ്ങൾ 2 പേര് എല്ലാം സേർട്ടാണ്. അപ്പോൾ എനിക്ക് ഓഫീസിൽ പറയാൻ പറ്റില്ല, ഒരു കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയാത്ത കാലമാണ്. ഞാൻ ഓഫീസിൽ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് തങ്കമണി, ഡോക്ടർ ഗണേശൻ്റെ സെക്രട്ടറി എൻ്റെ കൂടെ പഠിച്ച തങ്കമണി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്, അവൾക്കൊരു ചെറിയ സർജറി ഉണ്ട്. അങ്ങനെ നിന്നു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ ചെക്കപ്പും കഴിഞ്ഞു. മദ്രാസിലാണ് കമ്മിറ്റി. അങ്ങനെ മദ്രാസിലേക്ക് പോവുകയാണ് ഞങ്ങൾ. മദ്രാസിൽ കമ്മിറ്റിയിൽ ചെന്നപ്പോൾ കിഡ്നി കൊടുത്താൽ എന്ത് കിട്ടും,
ആദ്യത്തെ ചോദ്യം. ഞാൻ പറഞ്ഞു സഹോദരനെ കിട്ടും, അതിൽ കവിഞ്ഞ് എനിക്കൊന്നും കിട്ടാനില്ല. പൈസ കിട്ടും, പൈസ ഒന്നും തരില്ല, അവൻ പാവപ്പെട്ട ആളാണ്, അതുകൊണ്ട് പൈസയ്ക്കല്ല, സ്വന്തമായിട്ട് ഒരു സഹോദരൻ വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ കടവറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും നമ്മളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മനസ്സിലായി. അങ്ങനെ പെർമിഷൻ ഞാൻ ആരോടും പറഞ്ഞില്ല. എന്താ വെച്ചാൽ പത്രങ്ങളിലോ അല്ലെങ്കിൽ ഒന്നിലും എൻ്റെ ബന്ധുക്കളോടൊന്നും പറഞ്ഞില്ല. നേരെ കോവയിൽ ചെന്ന് ജൂൺ 28 സലീലിനെ കണ്ടു. ജൂലൈ 28 ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. അവർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാം ഒരു ജനറലായിട്ട് സാധാരണ ഒരു കാര്യമായി, അതൊരു വൃക്ക കൊടുക്കാൻ പറഞ്ഞ ഒരു കാര്യമില്ലാത്തൊരു പോലെ. എൻ്റെ ഒരു ചേച്ചിയാണ് പെണ്ണൊക്കെ, എൻ്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിനും എല്ലാവരും ചേച്ചി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും. കോവൈ മെഡിക്കലിൽ വെച്ചിട്ടാണ് ചെയ്തത്. അത് 1999 ജൂലൈ 28 രാവിലെ 7 മണിക്ക് തിയേറ്ററിൽ പോകുമ്പോൾ എനിക്ക് എത്ര നേരമാവുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ 29 രാവിലെയാണ് ഞാൻ കോൺഷ്യസ് ആവുന്നത്. അന്ന് 24 മണിക്കൂർ അനസ്തീഷ്യ. കോൺഷ്യസ് ആവുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, ഞാൻ കൊടുത്ത ആൾ നമ്മുടെ എല്ലാവരുടെയും ഒരു നന്നായിരിക്കുന്നു, അത്ര യൂറിൻ. അപ്പോൾ പിന്നെ നോക്കുന്നത് കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സലീലിനോട് ചെന്ന് പറഞ്ഞു ക്യാച്ച് ഹെർ ഫീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, എൻ്റെ ചേച്ചിയാണ്, ഞാനത് ചെയ്യില്ല. ആ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അവൻ്റെ ചേച്ചിയാണെന്ന് തോന്നാവുന്നൊരു മാനസികാവസ്ഥ അവൻ ഉണ്ടാക്കിയെടുത്തത് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ സലീലിനെ ചെന്ന് കണ്ടു, നടന്നു പോയി കണ്ടു, എൻ്റെ ഈ സ്റ്റിച്ചുകളും എല്ലാം വെച്ചിട്ട് തന്നെ വളരെ സന്തോഷം. എന്താ പറയുക, ഞാനൊരു കുട്ടിക്ക് ജന്മം നൽകിയപ്പോൾ സന്തോഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു വേറൊരാളുടെ ജീവൻ തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ. അത്രയും ഒരു മഹത്തായ കാര്യം ദൈവം എന്നാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മനുഷ്യനും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ അഹങ്കാരമൊന്നുമല്ല, നമുക്ക് തോന്നില്ല. ദൈവമാണ് മനുഷ്യൻ്റെ എന്ന് പറയുമ്പോൾ ദൈവമേ എനിക്കും കൂടി ഒരു അവസരം നീ തന്നൂലോ എന്നുള്ള ദൈവത്തിനോടുള്ള നന്ദിയുണ്ട്. ഏർലി മോർണിംഗ് ആണ് അവിടെ എല്ലാം ട്രാൻസ്പ്ലാന്റ്. ഒരു 5 o'clock തന്നെ കൊണ്ടുപോകും. അതിന് തിയേറ്ററിൽ പോയി അങ്ങനെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. പിറ്റേ ദിവസം മാഡത്തിനെ കാണാൻ വന്നിരുന്നു. 5th ഫ്ലോറിലേക്ക് വന്നിരുന്നു, തന്നെ ഒറ്റയ്ക്ക് വന്നിരുന്നു. ഞാൻ 1 വീക്ക് കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത്. മാഡം പിറ്റേ ദിവസം തന്നെ എന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നിരുന്നു. റെസ്റ്റ് ഇല്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഒരു ദിവസം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ വന്നിട്ട് വാക്ക് ചെയ്യണം കമ്പൽസറി ആയിട്ട്. അല്ലെങ്കിൽ ന്യൂമോണിയ അതിനൊക്കെ ചാൻസസ് വരും. കമ്പൽസറി വാക്ക് ചെയ്യണം, അത് ഇരിക്കാൻ പറ്റില്ല. ചെറിയ പെയിൻ ഉണ്ടായാലും കൂടി പിടിച്ച് വാക്ക് ചെയ്യണം. കംഫർട്ടബിൾ ആയിരുന്നു. 7 days അത് നോർമൽ ഫുഡാണ് പിറ്റേ ദിവസം തൊട്ട്. അത് ഇത്രയും കാലം ഉപ്പില്ലാണ്ട് കഴിച്ചിട്ട് അന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഉപ്പിട്ട് നമ്മൾ കഴിക്കുന്ന ദിവസം. ഒരു ന്യൂ ലൈഫ് കിട്ടിയ പോലെയാണ്. നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കുന്ന ദിവസമാണ്. 17 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ ബ്രദറായിട്ട്, എൻ്റെ സഹചാരിയായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കല്യാണം കഴിക്കാൻ അവൻ സമ്മതിക്കാഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട്, അല്ലാണ്ട് കിഡ്നി മാറ്റി വെച്ചുകൊണ്ടൊന്നുമല്ല. അച്ഛനോ അമ്മയോ ഇല്ല. അവന് എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും അവൻ്റെ ഫാമിലി എനിക്കൊരു ബാധ്യതയാവും എന്നൊക്കെ അവൻ ചിന്തിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ബാധ്യതയാവും. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാറ്. ഒരു മാരേജ് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല, വേണ്ടാന്ന് വെച്ചു ഞാൻ പൂർണ്ണമായിട്ട്. അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഇതിന് വളരെ ഒരു ഫാക്ടറാണ്. ഹെറിഡിറ്ററി വരുന്നുണ്ട് കുറേ. അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, ഇത് എനിക്ക് വന്നു. എനിക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നോളണമെന്നല്ല, ഹെറിഡിറ്ററി ചാൻസ് കൂടുതലാണ്. അതിനോട് ഇവിടെ മെഡിസിൻ കോസ്റ്റ് വളരെ അഫോർഡബിൾ ഇല്ലാത്ത ഇതാണ്. 3 വർഷം മുന്നേ അവനൊരു ഹാർട്ട് അറ്റാക്ക് വന്നു. എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി. അത് കൊളസ്ട്രോൾ കൊണ്ടല്ല, ഈ മരുന്ന് ഇങ്ങനെ സ്ഥിരമായി കഴിക്കുന്നുണ്ട്. ഈ മരുന്ന് സ്ഥിരമായി കഴിച്ച് വെയിലൊക്കെ കൊണ്ടതുകൊണ്ട് അവനറിയില്ലായിരുന്നു. ഈ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ വെയിൽ കൊള്ളാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നില്ല. അസോറ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്. വെയിൽ കൊണ്ട് സ്കിൻ ക്യാൻസർ വന്നു. അപ്പോൾ സ്കിൻ ക്യാൻസർ ഉണ്ട് പുള്ളിക്ക്. അത് പിന്നെ മരണകാരണമല്ലാത്തതുകൊണ്ടും ഞാൻ അതിനും മരുന്ന് കഴിച്ച്. കണ്ടമാനം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് കഴിയുമ്പോൾ ഈ നമ്മുടെ വെയിലത്തേയും കണ്ടമാനം പോയ സ്കിൻ ക്യാൻസേഴ്സ് ഇത് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ സ്കിൻ ക്യാൻസർ വന്നിട്ടുണ്ട്. അത് കാരണം ഈ വെയിലത്ത് പോകാൻ പാടില്ല, വെയിലത്ത് റെസ്ട്രിക്ഷനാണ്. അപ്പോൾ വന്നിട്ട് 4 കാലത്ത് 10, അത് എല്ലാ കിഡ്നി പേഷ്യനും അങ്ങനെയാണ് കേട്ടോ. 10 to 4 പോകാൻ പാടില്ല. ഇത് ഓപ്പൺ സൺലൈറ്റിൽ പോകാൻ പാടില്ലതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ബട്ട് വന്നിട്ട് യൂറോപ്യൻ കൺട്രീസ് കണ്ടമാനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സ്കിൻ ക്യാൻസർ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ കൂടുതലും ഒരു കേസ് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ മാത്രം റിപ്പോർട്ട് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അതാ പറയുന്നത്, ഒരു ട്രാൻസ്പ്ലാന്റ് കഴിയുന്ന രോഗിക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവൻ എങ്ങനെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ എത്രത്തോളം പറഞ്ഞു കൊടുക്കുന്നോ അത്രത്തോളം ആ രോഗിയുടെ ആ കിഡ്നി വെച്ച് കുറേ കാലം ജീവിക്കാൻ പറ്റും. എന്തൊരു ഡിസീസ് വന്നാലും പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ. വലിയൊരു പൈസ ബാധ്യതയുള്ള ഒരു ഇതാണ്. ഇൻ കേസ് ഒരു പനി എന്നുണ്ടായാലും കൂടിയിട്ട് ഒരു 15,000 to 20,000 രൂപ കൺഫേം ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി ഞാനൊന്ന് വെറുതെ പോയി വന്ന ഒരു 1 month ബിഫോർ ചെറിയൊരു പനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് വേറെ സാധാരണ പനിയായിരുന്നു. ഇന്നാലും കൂടി ഒബ്സർവേഷൻ വയ്ക്കുമ്പോൾ നമുക്ക് 20,000 രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വർഷം ജീവിക്കുന്ന ഒരാളാണ്. മറ്റതൊക്കെ അച്ഛൻ്റെ വെച്ചു, അമ്മയുടെ വെച്ചു, സഹോദരൻ്റെ വെച്ചു എന്ന് പറയുന്നവരാണ്. പുറമേ നിന്നുള്ളൊരു കിഡ്നി വെച്ചിട്ട് 17 വർഷം
സസ്റ്റെയിൻ ചെയ്യുന്ന ഒരാൾ സലീൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ 25 വർഷമുള്ള ഒരാളെ കണ്ട അച്ഛൻ കൊടുത്തതാണ് അല്ലെങ്കിൽ ഏട്ടൻ കൊടുത്താണ് നമ്മൾ പലരെയും കാണാറുണ്ട്. പുറമേ ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ കിഡ്നി വെച്ചിട്ട് 17 വർഷം ജീവിച്ചിരിക്കുന്ന ഒരാളാണ് റിജക്ഷൻ ഇല്ലാതെ. ഞങ്ങൾക്ക് മാറ്റി വയ്ക്കുമ്പോൾ പോലും ആ ഡോക്ടർ 5 വർഷമാണ് പറഞ്ഞത്. അന്ന് അത്രയും അവർക്ക് പറയാൻ പറ്റുള്ളൂ. 5 വർഷം കഴിഞ്ഞപ്പോൾ സലീൽ പോയി ചോദിച്ചു, സാറേ ഇനി എത്ര വർഷം? ഒരു 5 വർഷം കൂടി എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അതുപോലെ ഞാനും ചേച്ചിയും പോയി എന്ന് പറഞ്ഞാൽ പറയണം. അപ്പോൾ ചേച്ചി ഇതുപോലെ ചോദിച്ചു പോലെ സാർ ഇതിൻ്റെ പീരീഡൊക്കെ എങ്ങനെ സാർ ഇതിൻ്റെ എന്ന് പറഞ്ഞു. ഒരു മാക്സിമം ഒരു 5 years വരെ എന്ന് പറഞ്ഞു. 5 years എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് അതിൽ കൂടി ജീവിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും അത് റിജക്ഷൻ ചാൻസർക്ക് വരുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു, അങ്ങനെ പോയിക്കൊണ്ട് ഇപ്പോഴും നല്ല ഇതിലാണ്. എല്ലാം നോർമൽ ലെവലാണ് എല്ലാം ഉള്ളത്. അങ്ങനെ ആദ്യത്തെ 5 വർഷം ഞാൻ അവനെ ഒരു ജോലിക്കും വിട്ടിരുന്നില്ല. 5 വർഷം ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ജോലിക്ക് പോയി എന്തെങ്കിലും പറ്റിയാലോ. 5 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വർക്ക്ഷോപ്പ്. അവൻ വർക്ക്ഷോപ്പ് മേഖലയാണ്, വർക്ക്ഷോപ്പ് ഇട്ട് കൊടുത്തു. എനിക്കിവിടെ കോയമ്പത്തൂരൊന്നും എനിക്ക് വർക്ക്ഷോപ്പ്, തിരുപ്പൂർ എന്ന സ്ഥലത്തായിരുന്നു തിരുപ്പൂർ എന്ന വർക്ക്ഷോപ്പ്. പിന്നെ അത് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ബിസിനസ്സൊക്കെ കുറച്ച് ഡള്ളായി. കാരണം പിന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ മാഡത്തിൻ്റെ കൂടെ ആയിരുന്നു കുറേ കാലങ്ങൾ. മാഡത്തിൻ്റെ ഇപ്പോഴും മാഡത്തിൻ്റെ കൂടെ തന്നെയാണ്. ഇപ്പോൾ ഓണായിട്ടൊരു വർക്ക്ഷോപ്പ് ഞാൻ ഇട്ടണമെന്ന് മാത്രമാണ്. ഒരു രോഗിയെ എങ്ങനെ നോക്കണം അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അത് മറ്റു രോഗികൾക്ക് കൂടി ഞാൻ പകർന്നു കൊടുക്കും. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. രോഗി എന്നോട് വന്ന് പറയും, കല്യാണം കഴിഞ്ഞ രോഗിയാണ് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് എൻ്റെ ഭാര്യയുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് തുടങ്ങാം. ഞാൻ പറഞ്ഞു ഡോക്ടറോട് ചോദിക്കും. അയ്യേ ഡോക്ടറോട് മാഡത്തിനോട് ചോദിക്കുള്ളൂ. ആ ഒരു ഫ്രീഡാണ് രോഗികൾക്ക് എന്നോട്. അത് ആരെങ്കിലും ഡോക്ടറോടല്ലാണ്ട് എന്നോട് ചോദിക്കും. ഞാൻ ഒരു സ്ത്രീ അങ്ങനെയൊന്നും അവർ കാണുന്നില്ല. ഞങ്ങൾക്ക് മാഡം പറഞ്ഞാൽ മതി 3 മാസം കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് കുട്ടികളെപ്പോൾ ആവാം. ഞാൻ പറയും 2 കൊല്ലം കഴിയട്ടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നീ മരുന്നൊക്കെ കഴിച്ച് നിൻ്റെ ബോഡിയുടെ ഇതൊക്കെ ശരിയാവട്ടെ. ഇത്രയും ഫ്രീഡമായിട്ട് പേഷ്യൻസിന് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും എനിക്ക് കൂടുതൽ രോഗികളെ സഹായിക്കാൻ പറ്റുന്നതും ഇത്രയും വിജയിക്കാൻ പറ്റിയതും. അസുഖം മരണക്കാൻ മുൻപ് നമ്മളാകെ ഡെസ്പായിട്ടുള്ള സമയമാണ്. അത് എങ്ങനെയും പൊക്കോട്ടെ എന്നുള്ള കണ്ടീഷനാണ്. ഇപ്പം അങ്ങനെയല്ല. വളരെ നമുക്ക് വേറെ ആളും കൂടി നമ്മളെ വിശ്വസിച്ച് നമ്മളൊരു ജീവൻ തന്നതാണ്. അപ്പോൾ വളരെ പ്രിസർവ് ചെയ്താണ് നമ്മളത് ജീവിക്കുന്നത്. വളരെ പുറത്തുള്ള വെള്ളത്തിൻ്റെ കാര്യം, ഫുഡായാലും ഏതായാലും എല്ലാം വളരെ നോക്കിയിട്ടാണ്. നല്ല ഹാർഡ് വർക്കും ചെയ്യും. നമ്മൾ ഹാർഡ് വർക്കും ചെയ്തിട്ടാണ് എല്ലാതും കൊണ്ടുപോകുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്തു. പക്ഷേ 2 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഒരു സർജറിക്ക് അവനൊരു ചെറിയൊരു ഡിസ്ലൊക്കേഷൻ വന്നിട്ട് സർജറി ആക്സിഡൻറ്റ് പറ്റിയിട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഓപ്പോസിറ്റാണ്. വേൾഡിൽ ആദ്യമായിട്ട് കിഡ്നി അവൻ O നെഗറ്റീവും ഞാൻ ഓപ്പോസിറ്റീവും ആയിരുന്നു. ഞങ്ങൾ 2 പേരും O പോസിറ്റീവായി. അങ്ങനെ ആദ്യത്തെ കേസാണ്. രണ്ടാമത് ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ സംഭവിച്ചു. അങ്ങനെ ദൈവം ഞങ്ങളെ ഐഡൻറ്റിക്കൽ ട്വിൻസായിട്ടാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അത് അന്ന് അൺനോൺ കോസാണ്, അവർക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് ഓസ്ട്രേലിയയിൽ സംഭവിച്ചു. ഞങ്ങളെ ഒരുപാട് റിസർച്ചിനൊക്കെ വിളിച്ചു. ഞങ്ങളും റിസർച്ചിനൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2 വർഷം ഞാൻ ഈ 99, 2000, 2001 3 വർഷം കൊണ്ട് എനിക്കങ്ങ് ആവേശം കയറി ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഫണ്ട് പിരിച്ച് കിഡ്നിയൊക്കെ മാറ്റി വെച്ച് കൊടുത്തു. ട്രാൻസ്പ്ലാന്റ് വന്നിട്ട് സക്സസീവ് റേറ്റ്സ് ഇല്ല. സത്യം പറയുമ്പോൾ സക്സസ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്ര കാലം എന്ന് ഗ്യാരണ്ടീഡ് ഇല്ല. ഇപ്പോഴും 40 years വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. 25 ഉണ്ട്, 40 വരെ, അപ് ടു 40 വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആണെങ്കിൽ ഇപ്പോൾ 16 കഴിഞ്ഞു. പക്ഷേ രജിസ്ട്രേഷൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഇതിൻ്റെ വലിയൊരു ഘട്ടം സാമ്പത്തികം വലിയൊരു ഘട്ടമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്തുവേണം വരാമെന്നുള്ളൊരു ഇതാണ് നമുക്ക് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് വന്നിട്ട് ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ തന്നെയാണ്. എല്ലാ ഫാമിലി സപ്പോർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ തന്നെയാണ്. എനിക്ക് അന്ന് ഒരു കാര്യം അറിയില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആജീവനാന്ന് 10,000 രൂപയുടെ മരുന്ന് കഴിക്കണം. അൺറിലേറ്റഡ് അല്ലേ. അപ്പോൾ അതൊരു വലിയ ചതിയാണ്. അവനെ ശിക്ഷിച്ചാണോ രക്ഷിച്ചാണോ എന്നുള്ള അവസ്ഥയാവും. ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് ചിലപ്പോൾ 10,000 രൂപയുടെ മരുന്ന് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല ജോലി ചെയ്തിട്ട്. ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നു. 10,000 രൂപയുടെ മരുന്ന് കഴിക്കാൻ പറ്റാത്ത ഒരു വലിയ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ പലരും മരുന്ന് കഴിക്കാതെ മരുന്നിൻ്റെ അളവ് കുറച്ച് കിഡ്നി റിജക്ഷൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ കിഡ്നി മാറ്റി വെച്ചിട്ടും കാര്യമില്ല എന്നുള്ള ഒരു തെറ്റായ സന്ദേശമാണ് പിന്നെ സമൂഹത്തിലേക്ക് ചെല്ലുക. കഴിഞ്ഞ് നമുക്ക് നോർമൽ ലൈഫാണ്. എല്ലാ ഭക്ഷണം കഴിക്കാം എക്സെപ്റ്റ് ഗ്രേപ്സ് മാത്രം പാടില്ല കഴിക്കാം. ഗ്രേപ്പ് ജ്യൂസ് മാത്രം പാടില്ല. അല്ലെങ്കിൽ ഈ മെഡിസിൻ്റെ ലെവൽ കുറയ്ക്കും. അത് കാരണം ഗ്രേപ്സ് മാത്രമല്ല മറ്റേ എല്ലാ ഫുഡ്സും കഴിക്കാം. ഒക്കേഷണലി ഇറച്ചി മീനൊക്കെ എപ്പോഴും കഴിക്കാം. പക്ഷേ ഒക്കേഷണലി നമ്മൾ ഏറ്റവും കൂടുതൽ വന്നിട്ട് ഫാറ്റി ആവാണ്ടിരിക്കണം. ഇത് ഒബീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചാൻസസ് ഇങ്ങനെ ഈ മെഡിസിൻ്റെ റേറ്റ് കൂടും. കിലോഗ്രാംസ് വെച്ചിട്ടാണ് ഈ മെഡിസിൻ കൊടുക്കുന്നത്. പെർ കിലോന് ഇത്രയും നല്ലത്. അപ്പോൾ വന്നിട്ട് ലെസ് വെയിറ്റ് ആയിരിക്കുമ്പോൾ അത്രയും നന്നായിരിക്കും. ബ്രേക്കപ്പ് ചെയ്ത് കഴിക്കുക ഭക്ഷണം കഴിക്കും. മൊത്തത്തിൽ 40 അപ് ടു 40 വരേക്കും പോയുള്ള ആൾക്കാരുണ്ട്. 40 years ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കോംപ്ലിക്കേഷൻസ് കൂടും. അത് ഇയർ ബൈ ഇയർ പോകും തോറും ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് കൂടും. ഓരോരോ ഡിസീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
വരുമ്പോൾ എന്തായാലും നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം, മസ്റ്റാണ്. അല്ലെങ്കിൽ വേറെ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ വല്ല കോംപ്ലിക്കേഷൻസ് വരും. കുറേ ആൾക്കാർ മാരേജ് കഴിച്ചിട്ടുണ്ട്, ഒരുവിധം ആളുകളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു കുട്ടികളായി. പിന്നെ തീർച്ചയായും അത് ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് അത്, ഈ അവയവദാനം എന്ന് പറയുന്നത്. അത് കൂടുതൽ നമുക്ക് ഈ ബ്രെയിൻ ഡെത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ലൈവ് ഡോണർ കൂടാണ്ട് ഇപ്പോൾ കുറേ ഫ്രണ്ട്സുകളൊക്കെ വോളണ്ടറായിട്ട് കണ്ടമാനം വരുന്നുണ്ട്. ഇപ്പോൾ മാഡം 16 ഇയേഴ്സ് ബാക്ക് കൊടുക്കുമ്പോൾ അധികം ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം കുറേ ആളുകൾ വന്നു വോളണ്ടറായിട്ട് കൊടുക്കാൻ. പക്ഷേ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ കോവൈ മെഡിക്കലുകാർ അത് പത്രങ്ങളിലോ ഇങ്ങനെ ഉമാപ്രവൺ, പിന്നീട് ആളുകൾ കിഡ്നി, എനിക്ക് എൻ്റെ പേര് വന്ന വശം എന്താ വെച്ചാൽ ഞാൻ അവിടെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി, പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി. ഞങ്ങൾക്ക് കീഹോളൊന്നുമല്ല, 40 സ്റ്റിച്ച് ഉണ്ട്. അവ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ എല്ലാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് നല്ല വിൽ പവറുള്ള ആളാണ്. ഞാൻ നടന്നു, 3-ാം ദിവസം നടന്നു, 4-ാം ദിവസം അവിടുന്ന് സ്റ്റിച്ച് എടുക്കാൻ 7 ദിവസമാവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂർ വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ 350 പേര് ബാക്കിയുള്ളൊരു കിഡ്നിക്ക് വേണ്ടി. സലീലിന് കൊടുത്തൂലോ, എന്തുകൊണ്ട് എനിക്ക് തന്നുകൂടാ, ഒന്നുകൂടി മാഡം ഒരു പ്രാവശ്യം കൂടി കൊടുത്തിട്ട് നിർത്തിക്കോ. ഞാൻ പറഞ്ഞു ഡെലിവറി അല്ലല്ലോ നിർത്താനും കൊടുക്കാനും, ഇതെനിക്ക് 2 ഉള്ളൂ, ഒന്ന് കൊടുത്ത് ഇനി ഒന്നും എനിക്ക് വേണം തരില്ല. അപ്പോൾ ആളുകൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. അതെന്താ അങ്ങനെ? ഞാൻ പിന്നീടൊരു മോട്ടിവേഷൻ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുണ്ട്, അമ്മയുടെ അടുത്തുണ്ട്, സഹോദരൻ്റെ അടുത്ത്, അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. 580 വീടുകളിൽ നടന്ന് 580 റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ കേരളം ഒട്ടാകെ ചെയ്താണ്. പാറശാല മുതൽ കാസർഗോഡ് വരെ നടപ്പോ എല്ലായിടത്തും പോയി. ഞാൻ കൊടുത്തു, ഞാൻ സുഖമായിരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു. വെച്ച സലീലിനെയും കൊണ്ടുപോകും. സലീലിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നു. വളരെ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനമാണ്. ഇന്ന് തുടങ്ങി വയ്ക്കുന്നത് ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോഴാണ് മറ്റുള്ളതെല്ലാവരും എലോബറേറ്റ് ചെയ്യുന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് അവർ കിഡ്നി കൊടുക്കുമ്പോൾ ആരും ഇങ്ങനെ വോളണ്ടറായിട്ട് കൊടുത്തിരുന്നില്ല. അതേപോലെ അവർ തുടങ്ങി വെച്ച് ഈ ഡയാലിസിസ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ കണ്ടമാനം സഫർ ചെയ്തിട്ടുണ്ട്. ഡോക്ടറിൻ്റെ സപ്പോർട്ട് കിട്ടാണ്ട് ആദ്യം സപ്പോർട്ട്സ് തരാമെന്ന് പറഞ്ഞാണ് നമ്മൾ സാധനം സ്റ്റാർട്ട് ചെയ്ത് ഇംപ്ലിമെൻ്റ് ആയതിനു ശേഷം അവരൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവരിലേക്ക് ഡോക്ടേഴ്സ് ആരും പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലോകമാന്യത്തിലേക്ക് ബോംബെയിൽ നിന്നാണ് ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ഫസ്റ്റായിട്ട്. സാർ ഇപ്പോൾ മിംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും കോമ്പറ്റ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് സാറ് കന്നഡയിൽ പോയപ്പോൾ കിട്ടാണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു ഡോക്ടറെ. അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് എതിരാണ്. യൂണിറ്റ്സ് എല്ലാം ഇവിടെ ഇവർക്ക് ഡോക്ടറായിട്ട് പോകാൻ പാടില്ലെന്നുകൊണ്ട് ഇവരെ കമ്മിറ്റി വളരെ എതിരായിരുന്നു. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പക്ഷേ അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മൾ എന്താ അവരോട് ആവശ്യപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസിന് വേണ്ട, നിങ്ങൾക്ക് നാളെ ഒരു പേഷ്യൻസിന് വരാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞൊരു പേഷ്യൻസിനുണ്ടല്ലോ, അവരെ മാത്രം നമ്മുടെ അടുത്തേക്ക് വിട്ടാമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഡോക്ടേഴ്സിനോട് ഫസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ പേഷ്യൻസ് നിങ്ങൾക്ക് വിടണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ദിവസം ആ പേഷ്യൻറ്റ് വരാൻ പറ്റില്ല എന്നൊരു ദിവസം ഉണ്ടാവുമല്ലോ. അന്ന് മെഡിക്കൽ കോളേജൊന്നും ഇതായിട്ടില്ല, ഇത് ഡയാലിസിസ് ആയിട്ടില്ല. ആ പേഷ്യൻ്റ് ഇവിടെ വന്ന ആ പേഷ്യൻസിനാണ് നമ്മളെടുത്തത്. നമ്മൾ ഫസ്റ്റ് പേഷ്യൻറ്റ് ഖദീജ എന്ന് പറഞ്ഞ പക്ഷേ അവർക്ക് ഒരു ഉറുപ്പ് വരെ ഇല്ല. അവർ വന്നിട്ട് ഇനി മരിക്കാൻ വേണ്ടി അവർ വീട്ടിൽ പോയ ആൾക്കാരാണ്. ഇത് ഇനി ഡയാലിസിസ് ഇല്ല, അവരെ കൊണ്ടുവന്ന് അവർക്ക് വണ്ടി കൂലിക്ക് വരെ പൈസ കൊടുത്തു. നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് 2 മിഷൻ ഇട്ട്, പിന്നെ അത് 5 ആയി, പിന്നെ അത് 5 മിഷൻ റെൻ്റലായിരുന്നു, 2 റെൻ്റലായിരുന്നു. അത് കഴിഞ്ഞ് 5 മിഷൻ റെൻ്റലെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഓണായി, പിന്നെ ഇത്രയും സ്ഥാപനങ്ങളായി. അത്രയും കണ്ടമാനം ഫൈറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ഇന്ന് സാധാരണ ഒരു വിഷയമായി പോയി. അല്ലെങ്കിൽ അന്ന് നമ്മൾ ചെയ്ത ആ പ്രവർത്തനമാണ് ഇന്ന് എല്ലാവർക്കും ചെയ്യാനൊരു സാധാരണ ആൾക്കും ചെയ്യാമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ അതെല്ലാം ഒതുങ്ങി നിന്ന് തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രിവെൻഷൻ പ്രോജക്റ്റ് എങ്ങനെയാണ്, ഇപ്പോൾ ഓരോരുത്തരും മുൻ വരുന്നുണ്ട്, കുറേ ആളുകൾ ചെയ്യാൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ കുറേ ബാങ്കുകാർ തൊട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. സഹകരണ ബാങ്കുകൾ, ഹോസ്പിറ്റലുകൾ, സാമൂഹിക വ്യക്തികൾ, കണ്ടമാനം ആളുകൾ ഇപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. എനിക്കൊരിക്കലും അവയവദാനത്തെക്കുറിച്ചല്ല, അവയവം നഷ്ടപ്പെടാതിരിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അവയവദാനത്തിന് ഞാൻ ഒരിക്കലും കുറ്റമായിട്ടോ അതായിട്ടല്ല പറയണത്. ഈ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവയവദാനത്തെ ബോധവൽക്കരിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ അനുഭവസ്ഥയായതുകൊണ്ടും 19 വർഷമായിട്ട് ഈ രോഗികളുമായിട്ട് ദിവസം ഇടപെടുന്നതുകൊണ്ട് ഈ ചോദ്യത്തിന് ഒരിക്കലും എനിക്ക് പോസിറ്റീവായിട്ട് ഒരു റിപ്ലൈ വരാം. എൻ്റെ ലക്ഷ്യം അവയവദാനവും വേണ്ട, സ്വന്തം അവയവത്തിൽ എല്ലാവരും ജീവിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ അവയവദാനത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം ഉണ്ട്. എല്ലാവരും ദാനം ചെയ്യുന്ന നല്ല കാര്യമാണ്, നടക്കണം. വന്നുപോയ ആളുകളെ നമ്മൾ സംരക്ഷിക്കണം, പക്ഷെ വരാതെ നോക്കണം. അതാണ്. എന്തിനാണ് നമ്മൾ ഒരു ഡയാലിസിസിന് നമ്മൾ 10 യൂണിറ്റ് കറണ്ട് ചിലവാക്കുന്നുണ്ട്, 350 ലിറ്റർ വെള്ളം ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാസം 1 ലക്ഷം ഡയാലിസിസ് കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ എത്ര വെള്ളം, കുടിവെള്ളമാണ് നഷ്ടപ്പെടുന്നത്. അതേപോലെ ഇവരുടെ ജീവൻ നീട്ടാനാണ്, ഇവരെ രക്ഷിക്കാനല്ല. അത്രമാത്രം ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഈ ഡയാലിസിസിലൊക്കെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവയവദാനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രോഗികൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പോവാം. അത്ര ഒന്ന് വരണം. ഇനി പുതുതായിട്ട് ഈ രോഗികൾ വരാതെ ഇരിക്കണം. അപ്പോൾ ഓരോ സമൂഹത്തിലും ഓരോ ആൾക്കാരും അതിന് ഒരു വീട്ടിൽ ഒരാൾ തീരുമാനം എടുക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വൃക്കരോഗിയെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. കൃത്യമായ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ വണ്ടിക്കൊക്കെ ചെയ്യുന്ന പോലെ നമ്മളെല്ലാവരും പോയി ചെയ്യുക. കുടുംബത്തിൽ ഒരുമിച്ച് ഹോട്ടലിൽ പോണ പോലെ, ഒരുമിച്ച് സിനിമയിൽ പോണ പോലെ, ഒരുമിച്ച് ആശുപത്രിയിൽ പോയിട്ട് എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. കുട്ടികളെയൊക്കെ അമിതവണ്ണം ഇല്ലാതെ വളർത്തുക. അങ്ങനെയുള്ള ബോധവൽക്കരണത്തിലാണ് ഞാൻ അവയവം നഷ്ടപ്പെടാതെ നോക്കുക.
അവയവദാനം ചെയ്തോ അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയോ തങ്ങളാലാവുന്ന വിധം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. പ്രൊഡ്യൂസർ ജീവൻ പങ്കിട്ടവർ, ഡിവൈൻ വിഷൻ, ചാലക്കുടി, തൃശൂർ.